ഹലോ മക്കളെ, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്തായിരിക്കും ആൻസർ പറയാനായിട്ട് പോകുന്നത്? മിസ്സേ, ക്രിസ്മസ് എക്സാം ആണല്ലേ, എക്സാമിൻ്റെ ടെൻഷൻ നല്ലോണം ഉണ്ട് എന്നുള്ളതല്ലേ? കാരണം മിസ്സിന് അറിയാം, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഭൂരിഭാഗം പേരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മിസ്സേ എക്സാം എടുത്തു തുടങ്ങി, മിസ്സേ ടെൻഷൻ ആകുന്നു, മിസ്സേ എന്തെങ്കിലും ടെൻഷൻ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ഇപ്പോൾ മിസ്സിന് പേഴ്സണലായിട്ടായാലും അതേപോലെ നമ്മുടെ എക്സാമിൻ്റെ ഓഫീസിലേക്കായാലും ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എക്സാം അടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ആളലാണ് അല്ലേ, ഒരു ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? എന്തുകൊണ്ടാണ്? രണ്ട് കാരണം കൊണ്ട് അല്ലെ, രണ്ട് കൂട്ടർക്ക് ഈ ഒരു രീതിക്ക് വരും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്താണ്, ഭയങ്കര ടെൻഷൻ അല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ നല്ലോണം ഓവറായിട്ട് സ്ട്രെസ്സൊക്കെ എടുത്ത് പഠിക്കും, പക്ഷെ എന്നിട്ട് പരീക്ഷയുടെ തലേദിവസമാകുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ. അങ്ങനെയുള്ളൊരു വിഭാഗം കുട്ടികളുണ്ട്. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് തന്നെ എക്സാം എടുക്കുന്ന സമയത്ത് ഇതുവരെയൊക്കെ കൂളായിട്ട് നടന്നു, പക്ഷെ എക്സാം എടുക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അല്ലേ, മിസ്സേ സീനാണ്, മിസ്സേ സീനാണ്, മിസ്സേ എനിക്കറിയില്ല ഇനി എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അവസാനത്തേക്ക് ഒരു പാസ് മാർക്കെങ്കിലും കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ പഠിച്ചവരായാലും പഠിക്കാത്തവരായാലും ഏറ്റവും ആദ്യത്തെ കാര്യം മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആകുന്നത് എന്താ, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലേ. അതായത് നമുക്കറിയാം, നമ്മൾ ഏത് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെപ്പോഴും നമുക്ക് റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, PYQs ആണ് അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാതും പറഞ്ഞു തരാനായിട്ട്, അതായത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് എക്സാമിന് വരുവുള്ളൂ. ഓക്കെ, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഇന്ന് നടക്കാൻ പോകുന്ന ഇവൻറ്റ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണണം. ഇന്നത്തെ ഇവൻറ്റ് കറക്റ്റായിട്ട് ഈ താഴെ കാണുന്ന സമയത്ത് നടക്കുന്ന ഇവൻറ്റ് എൻ്റെ കുട്ടികളെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മിസ് ഉറപ്പ് തരുന്നു, എത്ര പഠിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇവൻറ്റ് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇനി അവസാന നിമിഷത്തിൽ അവസാനത്തെ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് അറിയില്ലേ, ആ ലാസ്റ്റ് ചാൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ആ ഒരു അവസാനത്തെ ആ ഒരു കച്ചത്തിരുമ്പ് കിട്ടിയില്ല, അതുമ്പോൾ പിടിച്ച് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതിനെന്ത് വേണം, ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഇവൻ്റ് എന്തായാലും കാണണം. ഓക്കെ, പിന്നെ ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ടീംസ് ഉണ്ടല്ലേ, അതായത് എന്താണ്, പഠിച്ചിട്ടും ഒരു രക്ഷയില്ല മിസ്സേ, എനിക്ക് ഭയങ്കര അല്ലേ, ഈ എക്സാമിൻ്റെ സമയത്ത് അവരെന്ത് ചെയ്യും, ഓവറായിട്ട് സ്ട്രെസ്സൊക്കെ ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ഓവർ സ്ട്രെസ് ചെയ്ത് പഠിച്ചുകൊണ്ട് ഒന്നും കിട്ടില്ല. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വയ്യാതായി പോവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മിസ്സിനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പരീക്ഷാ വേടി മാറ്റാനും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് എപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴായാലും ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ടിപ്പുകളായിട്ട് നോക്കാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്താണ്, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഇരിക്കും അല്ലേ, ഒരറ്റത്ത് നമ്മളങ്ങനെ തുടങ്ങാനായിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈശ്വരാ കുറേ പഠിക്കാനുണ്ടല്ലോ, കുറേ വീണ്ടും കിടക്കുന്നു, വീണ്ടും ബാക്കി അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുന്നു കുറേ ബാക്കി. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും അല്ലേ, നമുക്ക് പെട്ടെന്ന് മടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ പഠിക്കുന്നത് ആ ചാപ്റ്ററിനെ പല 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 കുട്ടി ടോപ്പിക്സ് ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എന്തെങ്കിലും അല്ലെ കൂടുതലായിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്താ ചെയ്യുക, ചെറിയ സബ് ടോപ്പിക്കുകളാക്കി മാറ്റാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എന്താ ചെയ്യുക, കുട്ടി ടോപ്പിക്കുകളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ടോപ്പിക്കും കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഹയ്യവോ നമുക്കത് ഭയങ്കര ആശ്വാസമാവും അല്ലേ. ഓരോരോ ടോപ്പിക്ക് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ടിക്കറ്റ് പോവാം, അതെ എൻ്റെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിളൊക്കെ ആദ്യം ആക്കി വെക്കുക. അപ്പോൾ ടേബിൾ ആക്കി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതെ ഇന്നത്തെ ദിവസം ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് പോവുക. അപ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര സന്തോഷമാവും അല്ലേ. ഓരോന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് ലിസ്റ്റിലെ ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആണ്. നമ്മൾ ഒരു സംഭവം തന്നെ അല്ലേ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പഠിച്ച് കഴിയുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, വലിയ നമ്മുടെ ആ സബ്ജക്റ്റിന് ആ ഒരു ടോപ്പിക്കിന് എന്ത് ചെയ്യണം, ഇതേപോലെ കുട്ടി ടോപ്പിക്കായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, കീ പോയിന്റ്സുകൾ നമ്മൾ എഴുതാം. ഓക്കെ,
ഓക്കെ, ഏത് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചോട്ടെ, ഏത് സബ്ജക്റ്റ് ആയാലും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജി എന്ത് പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുന്ന നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ഉണ്ടാവല്ലോ, ഒരു ടോപ്പിക്ക് അതിലുണ്ടാകുന്ന കീ പോയിന്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വേഗം എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, വീണ്ടും ചെയ്ത് പഠിക്കുക, എന്നാലാണ് എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ എക്സാമിൻ്റെ ഒക്കെ തലേ ദിവസം നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും വലിച്ചു വാരി നോക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഈ കീ പോയിന്റുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കീ പോയിന്റ് എഴുതി വെക്കാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ സൂക്ഷിച്ചും വെക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സമയം ഒരു ടാർഗറ്റ് വെക്കുക, അതായത് ഇത്ര സമയം അല്ലേ, ഒരു 30 മിനിറ്റ്സ് ഞാൻ പഠിക്കും, അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര നേരം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് എടുക്കണം അല്ലേ. ഇപ്പോൾ ഫുൾ ടൈം ഇരുന്നിട്ട് ഞാൻ ഒറ്റ സ്ട്രെസ്സിന് ഇരുന്ന് പഠിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്, എഫിഷ്യൻസി കുറയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെ വീണ്ടും ഒരു 30 മിനിറ്റ്സ് ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സമയം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം അല്ലേ. ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര പോർഷൻസ് ഇതേ കംപ്ലീറ്റ് ആക്കിയിരിക്കും എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് വേഗം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആകും, വേഗം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഫാസ്റ്റ് ആയിട്ട് പഠിച്ച് തീരുകയില്ല. ഓക്കെ, പിന്നെ എന്താണ്, അടുത്തതാണ് ടീച്ചിങ് ടെക്നിക്ക്. നമുക്കൊരാൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അല്ലേ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ഇപ്പോൾ അറിയില്ല ഒരു ടോപ്പിക്, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആളെക്കാളും കൂടുതൽ ഭാഗ്യം നമുക്കാണ് അല്ലേ. നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ആക്ച്വലി നമ്മുടെ ഭാഗ്യമാണ്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മുടെ അറിവാണ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതായിരുന്നു മിസ്സൊക്കെ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിരുന്നത്. മിസ്സിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പെട്ടെന്ന് മറക്കില്ല, നമുക്ക് കുറേ നോളജുകൾ വേഗം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരാളെ കിട്ടിയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മിററിൽ നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മിററിൽ നോക്കി പഠിക്കാം. ഇനി അത്രയേ ഉള്ളൂ, അതായത് മിററിനോട് പറഞ്ഞു കൊടുക്കാം. നമുക്ക് തന്നെ നമ്മൾ ടീച്ചിങ് ചെയ്യണ പോലെ എന്താ, നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്തതാണ് എന്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഉറക്കമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ എക്സാം ഒക്കെ ആകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇരുന്ന് പഠിക്കും അല്ലേ. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കമൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ രാത്രി ഫുൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലത്തെ എക്സാം പൊളിക്കും എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. പക്ഷെ അത്രയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഭയങ്കര ഫ്ലോപ്പായി പോകും. ഓക്കെ, അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലാണ് നമുക്ക് ഓർത്തെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരണമെന്നുണ്ടെങ്കിലും നല്ല ഉഷാറായിട്ട് എനർജറ്റിക്കൽ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് വേണം, നല്ല ഉറക്കം വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാതും കൂടാതെ എന്തുകൂടെ വേണം, ഒരു പോയിന്റും കൂടി ഉണ്ട്. എന്താണ് മക്കളെ, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ഈ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ കിട്ടാം, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേഗം പഠിച്ച് തീരുന്നു, അതേപോലെ തന്നെ റിവൈസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മൾ പഠിച്ചു എന്ന് വെച്ചാൽ നമ്മൾ വിടരുത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പുകൾ എൻ്റെ കുട്ടികളെ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ആക്കും അല്ലെ, നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ തന്നെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് തന്നെ പ്രയോഗിക്കും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ മിസ്സിനെ അറിയിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഫുൾ ഡേ ഓപ്പൺ ആയി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അറിയിക്കുക, മിസ് ഇതിൽ ഏതെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾ ഓൾറെഡി ചെയ്യാറുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.